വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, ഹോം മെയ്ഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചാർക്കോൾ പൗഡർ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. 100% നാച്ചുറൽ ആണ്, ഓർഗാനിക് ആണ്. അപ്പൊ ചാർക്കോൾ എടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അത് ഏറ്റവും ഹൈലി വൈറ്റമിൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. നമുക്കറിയാം ചാർക്കോൾ പൗഡറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ഡൾനെസ് മാറ്റാനായിട്ടും നമ്മൾ എന്താ പറയുക ഫെയർ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും അതുപോലെ നമ്മുടെ ഫേസിലുള്ള ഡേർട്സ് ഒക്കെ ഒന്ന് സക്ക് ഔട്ട് ചെയ്ത് കളയാൻ, വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും എന്താ പറയുക ഡിക്രീസ് ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ചാർക്കോൾ പൗഡർ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതും ഒരു ഹോം മെയ്ഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണെങ്കിൽ നമുക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുള്ളത്. നമ്മളൊക്കെ കടകളിൽ നിന്നാണ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു എന്താ പറയുക ഡബിൾ എഫക്റ്റീവ്നെസ് ആണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ ചാർക്കോൾ പൗഡറിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചാർക്കോൾ പൗഡർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് എനിക്ക് വേണ്ടത് 4 ആൽമണ്ട് ആണ്. അപ്പൊ നമ്മുടെ ഫേസിൽ, എൻ്റെ ഹോൾ ഫേസിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 ആൽമണ്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചാർക്കോൾ ഫോമിലേക്ക് മാറ്റാനായിട്ട് എനിക്ക് 4 ആൽമണ്ട് നന്നായിട്ട് കരിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ ആ പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് കരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് പൊടിഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഞാൻ കരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ആൽമണ്ട് ഇതുപോലെ കത്തിയിൽ കുത്തി നിർത്തിയിട്ട് നമ്മൾ നേരെ സ്റ്റൗവിൻ്റെ അടുത്ത് പോയി കാണിച്ച് നന്നായിട്ട് ബേൺ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡയറക്റ്റ് ഇത് ഫ്ലെയിമിലേക്ക് കാണിക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇത് തീ കയറി പിടിക്കും. അതിനകത്ത് ഇത് പെട്ടെന്നായി നല്ല കേട്ടോ. ഇതിന്റെ ചിലപ്പോൾ ഇതിന്റെ കവറിങ് പെട്ടെന്ന് കരിഞ്ഞു വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒട്ടും കരിയത്തില്ല. അതുകൊണ്ട് ശരിക്കും തീ നന്നായിട്ട് കത്തി നല്ല പൊടിഞ്ഞു വരുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കണം കേട്ടോ. അപ്പൊ ഈ ബാക്കി 3 എണ്ണം കൂടെ ഞാൻ അങ്ങനെ ആക്കി എടുക്കട്ടെ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പെട്ടെന്ന് കരിഞ്ഞ പോലെ ഇല്ലേ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒട്ടും ആയിട്ടില്ല. അപ്പൊ നല്ലപോലെ കരിയിച്ചെടുക്കണം നമ്മൾ കേട്ടോ. ഇനി ബാക്കി 3 കൂടെ ഞാൻ അങ്ങനെ കരിയിച്ച് ഒരു ബൗളിലേക്ക് ആ പൊടിയാക്കി നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പൊ ഞാൻ ആ 4 ആൽമണ്ട് നന്നായിട്ട് കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് പുറം ബേൺ ചെയ്തെടുത്തപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ തീ കയറി പിടിച്ചു. എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് അവിടെ കിടന്ന് നന്നായിട്ട് കത്തി അകം നല്ല പോലെ ആവണേ. അല്ലെങ്കിൽ ഒട്ടും അകം ഇങ്ങനെ എന്താ പറയുക കരിഞ്ഞു വരത്തില്ല. എന്നാലും നമുക്ക് ചാർക്കോൾ പൗഡർ ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക തരിതരി പോലെ വരും. നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഇത് കിട്ടണം കേട്ടോ. കാരണം നമ്മൾ ഫേസിൽ ഇടേണ്ടത് കൊണ്ട് തന്നെ. നമുക്കറിയാം ആൽമണ്ട് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഇ ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ചാർക്കോൾ പൗഡറിന്റെ കൂടെ നമുക്ക് നല്ലൊരു എഫക്റ്റീവ്നെസ്സും കൂടിയാണ് ആൽമണ്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ നന്നായിട്ടൊന്ന് ബേൺ ആയിട്ട് പൊടിയായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ നമ്മുടെ ആൽമണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് നല്ല കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഉടച്ചുടച്ച് കൊടുക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക തരി ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതിനെ ആക്കി കൊടുക്കാനായിട്ട്. അതുപോലെ നമുക്ക് കരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇത് ആ ലെവലിൽ വേണം നമുക്കിത് ആക്കി എടുക്കാനായിട്ട്. ഓക്കെ, നല്ല പോലെ ഉടച്ചുടച്ച് ഫൈൻ പൗഡർ ആയിട്ട് എടുക്കുക. കാരണം നമ്മളിത് ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തരിതരി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് ഫൈൻ പൗഡർ ആയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് അത് കരിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് കരിച്ചെടുക്കുക. ഓൾറെഡി നമുക്കറിയാലോ വീട്ടിൽ തന്നെ ഇങ്ങനെ ചാർക്കോൾ പൗഡർ വിത്ത് വൈറ്റമിൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ഫേസിലെ ഡേർട്സ് എല്ലാം സക്ക് ഔട്ട് ചെയ്ത് കളയാനായിട്ട് നമ്മളെ ചാർക്കോൾ പൗഡർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ലപോലെ ബ്രൈറ്റനിങ് ആവും കേട്ടോ. അപ്പൊ നമ്മൾ കൊമേഴ്ഷ്യലി വാങ്ങുന്ന ഒരു ചാർക്കോൾ പീൽ ഓഫ് മാസ്കിനേക്കാളും എന്തുകൊണ്ടും ഇത് ബെസ്റ്റ് ആൻഡ് അടിപൊളി എന്ന് ഞാൻ പറയും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ഈ ഒരു ചാർക്കോൾ പൗഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ നമുക്കൊരു എന്താ പറയാ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് വൈറ്റനിങ് അതുപോലെ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആനായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിനെ കുറയ്ക്കും, നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടൊക്കെ കുറയ്ക്കും. നല്ലൊരു നമ്മുടെ ഡൾ സ്കിന്നൊക്കെ മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫൈൻ പൗഡർ ആയിട്ട് നന്നായിട്ട് ഇതൊന്ന് ആക്കി എടുക്കട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാവേ. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചാർക്കോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പീൽ ഓഫ് മാസ്ക് രൂപത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പൊ നമുക്ക് നോക്കാം ഇത് എത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആണെന്നുള്ളത്. എനിക്കറിയാം, കാരണം അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആണ്. ഓൾറെഡി ഹോം മെയ്ഡ് ചാർക്കോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ ചാർക്കോൾ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളിത് ഫേസിലും കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കാവേ പീൽ ഓഫ് മാസ്ക് ആക്കിയതിന് ശേഷം. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചാർക്കോൾ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഈ ഒരു സ്പൂണിന് ഒരു 1 ടേബിൾ സ്പൂണോളം അളവിലാണ് കേട്ടോ ഞാനിവിടെ ചാർക്കോൾ. 1 ടേബിൾ സ്പൂൺ ഇല്ല കേട്ടോ. ഈ ഒരു സ്പൂൺ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചാർക്കോൾ പൗഡർ കിട്ടിയിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ ഒരു ഹോൾ ഫേസിനെ കവർ ചെയ്യാനായിട്ട് 4 ആൽമണ്ട് എന്ന് പറയുന്നത് തന്നെ കൂടുതലാണ്. അത് മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ആൽമണ്ട് എടുത്താൽ മതി. അതിൽ കൂടേണ്ട കാര്യമില്ല നിങ്ങൾ 1 ടൈം ആണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഉണ്ടാക്കി വെക്കാം. കുറച്ചേറെ എമൗണ്ട് എടുത്ത് ആൽമണ്ട് എടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കുക. കാരണം ആൽമണ്ടിൽ എണ്ണമയം ഉണ്ട്, അതുകൊണ്ട് പൂത്തു പോകാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചാർക്കോൾ പൗഡർ നിങ്ങൾക്ക് പീൽ ഓഫ് മാസ്കിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൈറ്റനിങ് പാക്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നമുക്ക് ഈ ചാർക്കോൾ പൗഡർ ആഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര എഫക്റ്റീവ്നെസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ ചാർക്കോൾ പീൽ ഓഫ് മാസ്കിനേക്കാളും എന്തുകൊണ്ട് ഞാൻ പറയും അതിനേക്കാളും നമുക്കൊരു 100% റിസൾട്ട് എക്സ്ട്രാ വരും നമ്മുടെ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പം കൊമേഴ്ഷ്യലി വാങ്ങുന്നേക്കാൾ നമ്മൾ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ചാർക്കോൾ പൗഡറിനെ നമുക്ക് ഇനി ഒരു പീൽ ഓഫ് മാസ്ക് രൂപത്തിലേക്ക് മാറ്റാൻ ഞാൻ എടുക്കുന്ന ബേസ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്ലാം വേദയുടെ പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നമ്മുടെ ഒരു വേറൊരു പീൽ ഓഫ് മാസ്കിന്റെയും കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം, ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഗ്ലാം വേദയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമുക്ക് മെഡിക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്കിന്റെ ഒരു എന്താ പറയുക ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഗ്ലാം വേദയുടെ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റൈസ് ആൻഡ് സെറമൈഡ് കൊറിയൻ ഗ്ലാസ് സ്കിൻ കൊടുക്കുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു കളറും കൺസിസ്റ്റൻസി ഒക്കെ ഞാൻ ആ വീഡിയോയിൽ ശരിക്കും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പീൽ ഓഫ് മാസ്കിന്റെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ആവശ്യത്തിന് എമൗണ്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ചാർക്കോൾ പൗഡറിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ഫേസിൽ എടുക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു സ്പൂൺ ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം ചാർക്കോൾ പൗഡർ എടുത്താൽ മതി കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്കിന്റെ ബേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇവർ ക്ലെയിം ചെയ്യുന്ന 50 മിനിറ്റ്സ് ഈ പീൽ ഓഫ് മാസ്ക് വെച്ചാൽ മതി എന്നാണ്. പക്ഷെ നമ്മുടെ വെതർ ഒക്കെ അനുസരിച്ച് അത് മാറും കേട്ടോ, എത്രത്തോളം നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഡ്രൈ ആവണമെന്നുള്ളത്. അപ്പൊ എന്റെ ഫേസിൽ യൂസ് ചെയ്യുന്നതിന്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഈ പീൽ ഓഫ് മാസ്ക് നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നെക്ക് ഏരിയയും കൂടെ കവർ ചെയ്യാം. അപ്പൊ എനിക്ക് സാധാ പീൽ ഓഫ് മാസ്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ പീൽ ഓഫ് മാസ്കിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇതിന് ഭയങ്കര ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഈ പീൽ ഓഫ് മാസ്ക് വരുന്നത്. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിന് കുറച്ച് എമൗണ്ട് നമുക്ക് കൂടുതൽ എടുക്കണം പീൽ ഓഫ് മാസ്ക് വരണമെങ്കിൽ. നമ്മളൊരു തിക്ക് ലെയറിൽ വേണം നമ്മൾ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാൻ. തിൻ ലെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പീൽ ഔട്ട് ചെയ്ത് വരത്തില്ല. അതുകൊണ്ട് ഇവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അത്യാവശ്യം തിക്കി ആയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇതുകൊണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, നല്ലൊരു ഡ്രൈ അല്ലെങ്കിൽ ഒരു ഡ്രൈ എന്നല്ല തിക്കി കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ എന്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ ചാർക്കോൾ നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല തിക്കി കൺസിസ്റ്റൻസിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. നിങ്ങളെ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും തിക്കി കൺസിസ്റ്റൻസി വേണം നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ എന്റെ ഫേസിൽ അത്യാവശ്യം നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാൻ, നമ്മളിത് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന പോലെ നിങ്ങൾ കാണിച്ചു തരാം. സാധാരണ നമ്മുടെ കടയിൽ വാങ്ങുന്ന ചാർക്കോൾ മാസ്ക് പോലെ തന്നെ. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി എന്റെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിനും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. ഓക്കെ, ഞാൻ കംപ്ലീറ്റ്ലി എന്റെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാവേ. അപ്പം ഞാൻ എന്റെ ചാർക്കോൾ ഹോം മെയ്ഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ഞാൻ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏകദേശം അതൊന്ന് ഡ്രൈ ആവുന്നോണം വരെ ഞാൻ ലീവ് ചെയ്യും. നമുക്കത് എത്ര മിനിറ്റ് എടുക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് വെതർ കണ്ടീഷൻസ് ഡിപ്പെൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പീൽ ഓഫ് മാസ്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ജലാറ്റിൻ ഒക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഓൾറെഡി എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പീൽ ഓഫ് മാസ്ക് ഇരുന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അത് എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണ് പീൽ ഓഫ് മാസ്ക് ജലാറ്റിൻ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ. അപ്പൊ ഭയങ്കര എഫക്റ്റീവ് ആണ്. നിങ്ങളത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ ഞാനത് ഡ്രൈ ആയതിനു ശേഷം പീൽ ഓഫും കൂടെ ചെയ്തിട്ട് ഇതിന്റെ എഫക്റ്റീവ്നെസ് കൂടെ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പൊ എന്റെ മുഖം നല്ലപോലെ ഡ്രൈ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഹോം മെയ്ഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, ഞാൻ ഒരു സൈഡിൽ നിന്ന് ഫുൾ ഔട്ട് ചെയ്ത് നോക്കുവാണ്. നല്ല ഈസി ഡൗൺ ആയിട്ട് ഇത് വരും കേട്ടോ. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഫുൾ ഔട്ട് ഇട്ടെടുക്കാം. ഹെയർ അതിന് പിടിക്കാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ടേ ഇങ്ങനെ താഴോട്ട്
തൊട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്രയും വലിച്ചത് നമുക്ക് മനസ്സിലായി. ആ ഓയിലൊക്കെ നന്നായിട്ട് സബ് ഡൗൺ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് ഈ ഒരു സൈഡിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ നോസിന്റെ ഇവിടെയും കൂടെ നമുക്ക് നോക്കാം ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കൊണ്ട് എന്റെ വൈറ്റ് ഹെഡ്സ് അടിപൊളിയായിട്ട് റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. ഭയങ്കര എഫക്റ്റീവ് ആണ്. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് അത്ര സൂമിങ് ആയില്ലെന്നുള്ളത്. കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അത്രയ്ക്കും കൈൻഡ് ഓഫ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാസ്ക് ആണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം അത്ര നന്നായിട്ട് നമ്മുടെ വൈറ്റ് ഹെഡ്സിനെ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ വൈറ്റ് ഹെഡ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എനിവേ ഇത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ബാക്കി ഇവിടെ കുറച്ചിങ്ങനെ ഇരിക്കും. അത് ജസ്റ്റ് നിങ്ങൾ ഇത് വെച്ച് തന്നെ ഒന്ന് കറക്കി കറക്കി എടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ. അതിങ്ങനെ കംപ്ലീറ്റ്ലി റിമൂവ് ആയിക്കോളും. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയാണ്. എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം റിസൾട്ട് ആണ് എന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ എന്നുള്ളത്. ശരിക്കും നമുക്കൊരു 1 ലെവൽ ബ്രൈറ്റർ ആവാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അബ്സോർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓയിൽനെസ്സിലൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഒരു ബ്രൈറ്റനിങ് എഫക്ട് നമ്മുടെ ഫേസിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഹെഡ്സിനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് അത് വിസിബിൾ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങളിത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും അടിപൊളി റിസൾട്ട് ആണ്. ചാർക്കോൾ പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം.